മനസ്സ് നിറഞ്ഞു. സത്യം പറഞ്ഞാൽ പുള്ളി എനിക്ക് കുറേ നാൾ തെറി വിളിക്കത്തില്ല ആരും. അത്രയും അഭിനയം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ക്ലാസ് അഭിനയം കേട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഇവരുടെ മോഹൻലാൽ ശോഭന കോമ്പറ്റീഷൻ. അപ്പോൾ നല്ല ഒരു വയലൻസ് ഇത്തിരി കൂടുതലാണ്. ഒരുപാട് കുടുംബ പ്രേക്ഷകർ വിചാരിക്കും തുടരുമെന്നൊക്കെയുള്ള സത്യനന്ദിക്കാട് അത്തരത്തിലുള്ളൊരു സ്റ്റോറി ആയിട്ട് എവിടെ നിന്ന് എടുത്തോണ്ട് പോയി എൻ്റെ കണ്ടുപിടിച്ചതാണെന്ന് അറിഞ്ഞുകൂടാ. അടിപൊളി സിനിമ, സൂപ്പർ പടമാണ്. ഒരു ഫാമിലി ഡ്രാമയാണ്, വൺ ടൈം വാച്ചബിൾ. പിന്നെ ഒരു ഗൂസ് ബം സീനായിട്ട് ഒരൊറ്റ സീനെ തോന്നിയുള്ളൂ, അല്ല വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് കൊള്ളാം. അടിപൊളിയാണ്. രഞ്ജിത്തിൻ്റെ പടം, മോഹൻലാലിൻ്റെ അഭിനയം കിടിലം. ഇതാണ് പടം, അല്ല സ്റ്റണ്ടൊക്കെയാണല്ലോ. നമ്മളെ കാഴ്ചപ്പാടിലും നമ്മളെ ഇതിലും ഒരു കൊലപാതകമായാലും എന്തിനായാലും അച്ഛനും അമ്മയും നല്ല പടം. പടം നല്ല പടം, ക്ലാസ് പടം അതിൻ്റെ കുഴപ്പമൊന്നുമില്ല. നല്ല അഭിനയം മോഹൻലാലിൻ്റെ അഭിനയം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ക്ലാസ് അഭിനയം കേട്ടോ. നല്ല പ്രതീക്ഷയുള്ള പടം. നന്നായിട്ട് നല്ല ത്രില്ലിങ് പടം അതിൻ്റെ സൂപ്പറായി. എന്തായാലും ഫാമിലിയായിട്ട് ഒന്ന് കൂടി വരണം. കൊള്ളായിരുന്നു, നന്നായിരുന്നു. നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഇവരുടെ മോഹൻലാൽ ശോഭന കോമ്പറ്റീഷൻ. അപ്പോൾ നല്ല തോന്നി. മൊത്തത്തിൽ കൊള്ളായിരുന്നു, നന്നായിരുന്നു. സിനിമ നല്ലതാണ്, നല്ല സിനിമയാണ്. പിന്നെ വയലൻസ് ഇത്തിരി കൂടുതലാണ് സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോൾ. നല്ല അടിപൊളി സിനിമ എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഒരുപാട് മുഹൂർത്തങ്ങൾ, അഭിനയ മുഹൂർത്തങ്ങൾ, ശരി കിരീടം, ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ചെങ്കോല്, പിന്നെ ദേവാസുരം പോലെയുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. അതുപോലെ അതിൽ നിന്നും മേലെയാണ് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ പടം ഗംഭീരമായിട്ട്. കാരണം നമുക്ക് ഇത്തരത്തിലൊരു കഥയിലേക്ക് പോകും നമ്മൾ. പിന്നെ ഇതിനകത്തുള്ള ഒരു കാര്യം വെച്ചാൽ ഒരുപാട് കുടുംബ പ്രേക്ഷകർ വിചാരിക്കും തുടരുമെന്നൊക്കെയുള്ള സത്യനന്ദിക്കാട് അത്തരത്തിലുള്ളൊരു സ്റ്റോറി ആയിട്ട് അത് മുഴുവൻ ആസ്വദിക്കാമെന്നും പറഞ്ഞ് വരുന്നവരുണ്ടാവും. പക്ഷേ അതല്ല, അതിനകത്ത് കഥ ശരിക്കും സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ആ കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു. നല്ല പടമാണ്. കുറേ നാൾ ശേഷം ഇങ്ങനത്തെ മോഹൻലാൽ നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കണ്ടൊരു മോഹൻലാൽ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കൊള്ളാം, നല്ല അഭിനയം എല്ലാം കൊള്ളാം. തെരഞ്ഞെടുപ്പ് തന്നെ വൃത്തിയെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് മോഹൻലാലിനെ. പുതിയ ഡയറക്ടർ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഉണ്ട്, ഫാമിലി പടമാണ്. ലാഗൊന്നുമില്ല, കണ്ടിരിക്കാം. നല്ല പടം. സ്റ്റോറി കുറച്ച് പ്രൊഡിക്റ്റബിൾ ആണെന്നേ ഉള്ളൂ, പക്ഷെ എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാം. നല്ല പടമാണ്. നല്ല പടം, ത്രില്ലറാണ്, കണ്ടിരിക്കാം. അടിപൊളിയായിരുന്നു. നല്ല പടം നല്ലതായിരുന്നു. എല്ലാം പടം ചേട്ടാ, സൂപ്പർ പടം, ഒന്നും പറയില്ല. തരുൺമൂർത്തി പൊളി, ഒന്നും പറയില്ല. കട്ട സാറ്റിസ്ഫാക്ഷൻ. തീ കിടിലം പടം, ഒന്നും പറയില്ല. സൂപ്പർ പടം. കാത്തിരുന്ന് നമ്മൾ മോഹൻലാൽ ഒരിടത്തും പോയിട്ടില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ട്. അത് ഒന്നും പറയില്ല. അത് എന്ത് പറയാ, ഇത് അങ്ങനെയൊന്നും പറയാനില്ല. കൊള്ളാം, അത്ര തന്നെ. സൂപ്പർ പടം, ഒന്നും പറയില്ല. എല്ലാവരും പോയി കണ്ടു, സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു. എല്ലാം കിടിലം, ഒന്നും പറയാനില്ല. എല്ലാം സൂപ്പറാണ്. ഞാൻ എന്തായാലും ചിലപ്പോൾ 3-4 വട്ടം ഇനി കാണാം. അത്രയ്ക്കും കിടിലം പടം, ഒന്നും പറയില്ല. അത്ര ചേട്ടാ, ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ പടം പീക്ക് ടോപ്പ് നോച്ച്. ഈ തരുൺമൂർത്തി ഒരു അന്യായ പടം എടുക്കുമെന്ന് അറിയായിരുന്നു. പക്ഷേ ഇജാതി പടം പടച്ച് വിടണം ഒരിക്കലും വിജയം. കാരണം ഒന്നും പറയില്ല. മോഹൻലാലിൻ്റെ അഭിനയം എന്ന് വെച്ചാൽ നമ്മൾ മോഹൻലാൽ അഭിനയം കുറേ നാൾ താടിയൊക്കെ വെച്ച് അങ്ങനെ ഒരു അത്ര മുഖത്ത് അഭിനയം വരണില്ലെന്ന് പറഞ്ഞ് കളിയാക്കി വരുന്നു. പക്ഷേ ഇത് എൻ്റെ കണ്ണ് തള്ളിപ്പോയി അഭിനയം കണ്ട്. അമ്മ ഇത് ബാത്റൂമിലുള്ള സീനൊക്കെ ഉണ്ട്, അതിൽ മോഹൻലാൽ കരയണ സീനൊക്കെ കാണാൻ നമ്മൾ കരഞ്ഞ് ഇല്ലാണ്ട് അമ്മ അഭിനയം ആക്ടിങ്. പടം എന്തായാലും ഈ പടം ഒരു 150+ കയറും. ഒന്നും പറയില്ല, വേറെ ലെവൽ, ടോപ്പ് നോച്ച് ഐറ്റം. തരുൺമൂർത്തി വേറെ ലെവൽ. പിന്നെ എടുത്ത് പറയാനുള്ള ഇതില്ല, വില്ലൻ എവിടെ നിന്ന് എടുത്തോണ്ട് പോയി എൻ്റെ കണ്ടുപിടിച്ചതാണെന്ന് അറിഞ്ഞുകൂടാ. വില്ലൻ എന്ന് പറഞ്ഞ് ഈ വർഷത്തെ ഏറ്റവും അന്യായ വില്ല, ഒരു രക്ഷയില്ല. അവൻ്റെ സൗണ്ട് മോഡുലേഷൻ ഇല്ലേ, ഒന്നും പറയില്ല ചേട്ടാ, വേറെ ലെവല്, ഒന്നും പറയില്ല. 150 കോടി പടം. അടിപൊളി. ലാലേട്ടൻ്റെ എന്താ പറയുക, കുറേ കാലത്തിന് ശേഷമുള്ള സൂപ്പർ ഫിലിം, നന്നായിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മനസ്സ് നിറഞ്ഞു. സത്യം പറഞ്ഞാൽ പുള്ളി എനിക്ക് കുറേ നാൾ തെറി വിളിക്കത്തില്ല ആരും. അത്രയും നന്നായിട്ടുണ്ട്. മേക്കിങ് കൊള്ളാം. ഓഫീസറായിട്ട് അഭിനയിച്ച ആളും നല്ലതാണ്. പുള്ളിയുടെ പേരെന്താണെന്ന് അറിയത്തില്ല കേട്ടോ, നന്നായിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ആയാലും ആ ഒരു പാട്ട് കുറച്ചുകൂടെ നേരത്തെ ഹിറ്റായല്ലോ അത്. പിന്നെ അവരെ കോംബോ എല്ലാം നന്നായിട്ടുണ്ട്. ഒരു ഫാമിലി ഇതാണ്, എന്നാൽ അതിനകത്ത് വലിയൊരു ത്രില്ലറുണ്ട്, പ്രതീക്ഷിക്കാത്തൊരു നന്നായിട്ട്.